Okay, children, we read about the story Trapped. We read how a bear came down a village, and we came to the part how the bear was chased by children with sticks in their hand and dogs barking. Isn't it? Next, we'll read. The bear did not understand the cries, but the wild barking of dogs terrified him. He turned and ran blindly into the next lane and the next, and then into another, but his effort was in vain. Confused with terror, he lost his way. What happened? The bear was running, he ran. A bear ഓടുമായിരുന്നു. വേറെ ഒരു ലൈൻ കഴിഞ്ഞാൽ അത് അടുത്ത ലൈനിലോട്ട് ഓടി അതിന് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. വാസ് ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു? വിത്തൗട്ട് എനി യൂസ്, റിസൾട്ട് വിത്തൗട്ട് സക്സസ്. അതിന് വഴി കിട്ടിയില്ല. ഇറ്റ് വാസ് വിത്തൗട്ട് എനി സക്സസ്. ഇറ്റ് വാസ് ഗോയിങ് ഓൺ ഫ്രം വൺ ലൈൻ ടു അനദർ. ഹി ലോസ്റ്റ് ഹിസ് വേ. വഴി കാണാതെ പോയി കേട്ടോ. Now he was angry. He rushed down a lane that led into a square. The animal did not know that the square led nowhere. അപ്പോൾ ഇനി ഇത് ഓടിപ്പോയിട്ട് ഒരു സ്ക്വയർ ആയിട്ട് ഒരു പ്ലേസിൽ ചെന്നു. അവിടെ മൊത്തം വാളാണ്, ഫുൾ വാൾസ്. ഇത് വേറെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ദാറ്റ്സ് ജസ്റ്റ് ദ പ്ലേസ് ദേ. The square was walled in on all four sides. 4 സൈഡിലും വാളാണ്, മതിലാണ് 4 സൈഡിലും. In the middle was an old dry well. നടുക്ക് ഒരു ഡ്രൈ വെൽ, ഒരു ഉണങ്ങിയ വെല്ലുണ്ടായിരുന്നു, ഒരു കിണർ ഉണങ്ങി, അതിൻ്റെ അകത്ത് വെള്ളമില്ല. The bear got to the wall to the well in a few leaps and looked around. There was no place to hide. He was trapped. അപ്പം ഈ ബെയർ 2 ചാട്ടം കൊണ്ട് ഈ വെല്ലിൻ്റെ അടുത്ത് വന്നു, ഈ കിണറിൻ്റെ അടുത്ത് വന്ന് പിന്നെ നോക്കിയപ്പം വേറെ ഒരു വഴിയില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ട്രാപ്ഡ് ആയിരുന്നു, അതിന് പെട്ടുപോയി, അത് ട്രാപ്ഡ് ആയിപ്പോയി. The animal now turned around to face the children and the dogs. The children began throwing stones at him. അപ്പോൾ ഈ ആനിമലിനെ, ഈ ബെയറിനെ, ഇത് പിള്ളേരെയും പട്ടിനെയും നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പിള്ളേർ കല്ലെറിയുക. ആൻഡ് was hit. First one his shoulder, then on his back. അപ്പോൾ ഒരു കല്ല് ഷോൾഡറിൽ വന്നിടിച്ചു, ഒരു കല്ല് അതിൻ്റെ ബാക്കിൽ വന്ന് വീണു. The dogs dug their teeth into his hind legs എന്ന് പറഞ്ഞാൽ പുറയിലത്തെ കാല്, the back leg of the animal. ഈ ഡോഗ്സ് വന്നിട്ട് പുറയിലത്തെ കാലിൽ വന്ന് കടിച്ചു. The bear shook himself free and hit them with a paw. അപ്പോൾ ഈ ബെയർ പട്ടി കടിക്കുമ്പോൾ അതിനെ ഷേക്ക് ചെയ്തു, അതിനെ വിടിയിക്കാൻ നോക്കി, അതിൻ്റെ കൈയും കൊണ്ട് തട്ടി. They fell back and he was swung around. എന്നിട്ട് അതിന് സ്വിങ്ങിൻ്റെ പാസ്റ്റൻസ് ആണ് swung. അതിന് ഇങ്ങനെ കറക്കി കളഞ്ഞു. And with one mighty leap he disappeared into the dark depth of the well. എന്നിട്ട് ഒറ്റ ചാട്ടം കൊണ്ട് ആ കിണറിൻ്റെ അകത്ത്, ആ ഡാർക്ക് കിണർ, ഇരുട്ടല്ലേ, അതിൻ്റെ അകത്ത് വെള്ളമില്ല, കിണറല്ലേ, അപ്പം അതിൻ്റെ അകത്തോട്ട് ചാടി. The children bent over the rim and threw stones and sticks into the well. അപ്പോൾ ഈ പിള്ളേരെന്നെ ചെയ്തു, ഈ കിണറിൻ്റെ വക്കില്ലേ, അതിനാണ് റിം എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് കല്ലും വടിയൊക്കെ അതിൻ്റെ മേളിൽ എറിയാൻ തുടങ്ങി. The bear, angry and terrified, snarled from below. This went on for some time. Snarled എന്ന് പറഞ്ഞാൽ തന്നെയാണ് growled എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ ഈ ബെയർ ഇപ്പോൾ പേടിയായിരുന്നു, ആംഗ്രി, ദേഷ്യം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. അപ്പോൾ അത് താഴേന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം. കുറേ നേരം ഇതിങ്ങനെ തന്നെ സംഭവിച്ചു. പാവല്ലേ, ഒരു ബെയറിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിള്ളേർ മേളിൽ നിന്ന് കല്ലും വടിയൊക്കെ എറിയാൻ തുടങ്ങി. Then all of a sudden the stone stopped falling and the shout ceased. കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ കല്ലുമെറിയുന്ന നിർത്തി, എന്ന ഷൗട്ടും ഈ ഒച്ച ഉണ്ടാക്കലും സീസ്ഡ് എന്ന് പറഞ്ഞാൽ നിർത്തി, സ്റ്റോപ്ഡ്, നിർത്തി. The wounded and frightened bear looked up. wounded എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേത്തൊക്കെ വ്രണങ്ങൾ, വൂണ്ട് വന്നു, അതിന് കല്ലെറിഞ്ഞു ഒക്കെ വന്നപ്പോൾ അതിന് പൊട്ടലൊക്കെ വന്നില്ലേ, അങ്ങ് wounded. അപ്പോൾ wounded and frightened, പേടിയായ ബെയർ looked up, മേളിലോട്ട് നോക്കി. A single human face bent down from the top. ഒരു മുഖം മാത്രം, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഫേസ്, ഒരു മനുഷ്യൻ്റെ ഫേസ് മാത്രമാണ് താഴോട്ട് വന്നത്. It was the face of a girl. ആരുടെ ഫേസ് ആണ്? ഒരു ഗേളിൻ്റെ ഫേസ് ആയിരുന്നു. The bear did not know that, but he heard the girl's kind and gentle voice and felt that this was a friend.
ഈ പെൺകുട്ടി ഇതിൻ്റെ കൈൻഡ് വോയിസ്, ഒച്ച ബഹളമൊന്നുമല്ല, അത് കൈൻഡായിട്ട് പതുങ്ങി സംസാരിച്ചു. കൈൻഡായിട്ട് അതിനോട് നന്നായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് അപ്പം ഈ ഗേള് കൈൻഡ് ജെൻറ്റിൽ വോയിസ്, ജെൻറ്റിൽ പതുക്കെ ഒച്ചയൊന്നും വെക്കാതെ. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും മനസ്സിലായി, ഈ വോയിസ് കേട്ടപ്പം ഈ ബെയറിന് മനസ്സിലായി ഇതൊരു ഫ്രണ്ടാണെന്ന്. ഇത് ഉപദ്രവമൊന്നും ചെയ്യാനല്ല, എനിമിയല്ല, ഫ്രണ്ടാണെന്ന്. There was something in her voice that comforted him. ആ കൊച്ചിൻ്റെ വോയിസിൽ, ആ കൊച്ചിൻ്റെ ശബ്ദത്തിൽ എന്തോ നല്ല കാര്യം ഉണ്ടായിരുന്നു. അത് കാരണം ആ ശബ്ദം കേട്ടിട്ട് ഈ ബെയർ കംഫർട്ടായി, അതിന് ആശ്വാസം വന്നു. ഹീ സ്റ്റോപ്ഡ് സ്നാർലിങ്. അതുകൊണ്ട് ഈ ബെയർ സ്നാൾ ചെയ്യുന്ന, ഈ ശബ്ദം ഉണ്ടാക്കി, ഈ ഒച്ച ഉണ്ടാക്കൽ, ഈ ശബ്ദം ഉണ്ടാക്കൽ നിർത്തി. ഇങ്ങനെ. ദാറ്റ്സ് വാട്ട് ഇസ് ദിസ് മച്ച് പാരഗ്രാഫ്. Now we'll go to the next page. That's better, the girl said. Poor bear, how tired you must be. Now sit down and wait. I will get you out of this. അപ്പോൾ ഈ ഗേള്, ഈ പെങ്കൊച്ച് പറഞ്ഞു, അയ്യോ പാവം ബെയർ, നീ അവിടെ വെയിറ്റ് ചെയ്യ്, നീ ടയേർഡ് ആയിരിക്കും, ഇത്രയും ഓടി ഓടി, ഞാൻ നിന്നെ ഇതിൽ നിന്ന് പുറത്ത് ചാടിക്കാമെന്ന് പറഞ്ഞു. She turned round and faced the children. Everybody held her in high regards, and the children knew that their bear chase would displease her. എവ്രി വൺ ഹെൽഡ് ഹർ ഇൻ ഹൈ റിഗാർഡ് എന്ന് പറഞ്ഞാൽ, ഹൈ റിഗാർഡ് എന്ന് പറഞ്ഞാൽ ഹൈലി റെസ്പെക്റ്റഡ് ഹർ. ഈ പെങ്കൊച്ചിന് എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു, ഈ പിള്ളേർക്കൊക്കെ. എന്നിട്ട് അവർക്ക് മനസ്സിലായി ഇനി ബെയർ ചേസ് വുഡ് ഡിസ്പ്ലീസ് ഹർ. ഈ ബെയറിനെ ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടിക്കുക. ഈ ബെയറിനെ ഓടിക്കുന്നത് ഈ ചേച്ചിക്ക് ഇഷ്ടമില്ലാതെ ആയിരിക്കുമെന്ന് മനസ്സിലായി എല്ലാവർക്കും. വൈ ആർ യു ടോർച്ചറിങ് ദിസ് ആനിമൽ? നിങ്ങൾ എന്തിനാണ് ടോർച്ചർ എന്ന് പറഞ്ഞാൽ എന്നാണ്? ഹേർട്ടിങ് ഫിസിക്കലി ഓർ മെൻ്റലി, അതിനെ ഉപദ്രവിക്കുക. ഫിസിക്കലി മേത്ത് കല്ലെറിഞ്ഞ് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മെൻ്റലി മനസ്സിനെ ഉപദ്രവിക്കുക. അതിനാണ് ടോർച്ചറിങ് എന്ന് പറയുന്നത്. ഹി ഹാസ് ഡൺ യു നോ ഹാം, ഗോ അവേ. അത് നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. കമോൺ മീര ദീദി. ദീദി എന്ന് പറഞ്ഞാൽ ചേച്ചി, മീര ചേച്ചി. വി ഡിഡ്ന്റ് മീൻ എനി ഹാം, ഷീ ഹേർഡ് സമ്മൺ സേ. അപ്പോൾ ആരാണ്ട് പറയുന്നത് കേട്ടു, ഞങ്ങൾ അതിന് ഒരു ദ്രോഹം ചെയ്യാനല്ലോ ഉദ്ദേശിച്ചേ. ദ ബെയർ ഫ്രൈറ്റൻ ദ ഗേൾ. ഈ ബെയർ ഒരു പെങ്കൊച്ചിനെ ഫ്രൈറ്റൻ ചെയ്തു. ആ പാത്രം കഴിക്കൊണ്ടിരുന്ന പെങ്കൊച്ചിനെ പേടിപ്പിച്ചില്ലേ? അപ്പം ദ ബെയർ ഫ്രൈറ്റൻ ദ ഗേൾ ആൻഡ് വി വോണ്ടഡ് ടു സ്കെയർ ഹിം. എന്നിട്ട് ആ പെങ്കൊച്ചിനെ പേടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബെയറിനെ പേടിപ്പിക്കണമായിരുന്നു. ദാറ്റ് ഈസ് ഓൾ. ഇറ്റ് വാസ് ജസ്റ്റ് എ ജോക്ക്. ഓ ചുമ്മാ ഒരു തമാശ. എന്നിട്ട് ജസ്റ്റ് എ ജോക്ക് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു തമാശ ആയിരുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ, ഷീ സെഡ്. ചേസിങ് എ യങ് ബെയർ ഇൻ ടു എ വെൽ. ആണോ, ഇതാണോ തമാശ? ചേസിങ് ഒരു യങ് ബെയർ, ഒരു കുഞ്ഞു ബെയറിനെ ഒരു കിണറ്റിൻ്റെ അകത്തോണ്ട് ഓടിച്ചിടുന്നതാണോ തമാശ എന്ന്? ലക്കിലി ദ പുവർ ബെയർ ഹാസൻ ബ്രോക്കൺ ഹിസ് നെക്ക്. ഭാഗ്യത്തിന് ആ ബെയറിൻ്റെ കഴുത്തൊന്നും പൊട്ടിയിട്ടില്ല. നൗ കുഡ് യു ഹെൽപ്പ് മീ ഗെറ്റ് ഹിം ഔട്ട്? ക്യാൻ യു ഗെറ്റ് മീ എ ലാഡർ? ഇനിയിപ്പോൾ അതിനെ ഒന്ന് പുറത്തിറക്കാനായിട്ടും ഒരു ലാഡർ കൊണ്ടുവരാമോ എന്ന് പറഞ്ഞു ഈ മീര ദീദി. ഐ ക്യാൻ സെഡ് എ സ്മോൾ ബോയ് ലക്ഷ്മൺ. അപ്പോൾ ലക്ഷ്മൺ എന്ന് പറഞ്ഞൊരു ബോയ് പറഞ്ഞു, എനിക്ക് പറ്റും. ആൻഡ് റാൻ ഓഫ്. എന്നിട്ട് ഓടിപ്പോയി കൊണ്ടുവരാനായിട്ട്. ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ഹി വാസ് ബാക്ക് ഡ്രാഗിങ് എ ലാഡർ ബിഹൈൻഡ് ഹിം. കുറച്ച് നേരം കൊണ്ട് ഒരു ലാഡർ വലിച്ചുകൊണ്ട് വരുമായിരുന്നു. ഐ ഹാവ് ഗോട്ട് എ ലാഡർ, ഹി സെഡ്. എന്നിട്ട് പറഞ്ഞു, ഇതേ ഞാനൊരു ലാഡർ കൊണ്ടുവന്നു. വണ്ടർഫുൾ സെഡ് മീര. അപ്പം മീര പറഞ്ഞു, ഓ വണ്ടർഫുൾ, കൊള്ളാമെന്ന് പറഞ്ഞു. ദിസ് വിൽ ഹെൽപ്പ് us rescue the trapped bear. Rescue, what is the meaning of rescue? To save from a dangerous or harmful situation. നമുക്കിത് ഈ ബെയറിനെ റെസ്ക്യൂ ചെയ്യാം, അതിനെ സേവ് ചെയ്യാമെന്ന് പറഞ്ഞു, ഈ ട്രാപ്പായ ബെയറിനെ. നൗ ഹെൽപ്പ് മീ ഗെറ്റ് ഇറ്റ് ഇൻ ടു ദി വെൽ. ഇനിയിപ്പോൾ ഈ ലാഡറിനെ കിണറ്റിൻ്റെ അകത്തോട്ട് ഇടണം. കെയർഫുൾ, വി മസ്റ്റൻ ഫ്രൈറ്റൻ ദി ലിറ്റിൽ ഫെലോ. ഈ കൊച്ചു ആനിമലിനെ, ഈ ബെയറിനെ നമ്മൾ പേടിപ്പിക്കരുത്, പേടിപ്പിക്കാതെ ഈ ലാഡർ അകത്തിടണമെന്ന് പറഞ്ഞു. മീര ലുക്ക്ഡ് ഇൻ ടു ദി വെൽ ആൻഡ് സ്പോക്ക് സൂതിങ്ലി ടു ദി ബെയർ. സൂതിങ്ലി എന്ന് പറഞ്ഞാൽ എന്നാണ്? ട്രൈങ് ടു മേക്ക് സമ്മൺ ഫീൽ ബെറ്റർ. ഈ ബെയർ ഭയങ്കര പേടിച്ചല്ലേ ഇരുന്നത്. അപ്പോൾ മീര കിണറ്റിൻ്റെ അകത്തോട്ട് നോക്കിയിട്ട് സൂതിങ് ആയിട്ട് അതിനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ദെൻ സ്ലോലി ആൻഡ് കെയർഫുള്ളി ഷീ ആൻഡ് ലക്ഷ്മൺ ലോവർഡ് ദ ലാഡർ ഇൻ ടു ദി വെൽ. എന്നിട്ട് പതുക്കെ കെയർഫുള്ളായിട്ട് ഇതിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഈ ലാഡർ താത്താൻ നോക്കി കിണറ്റിൻ്റെ അകത്തോട്ട്. ദ ലിറ്റിൽ ബെയർ ഗ്രൗൾ ഇൻ ആങ്സൈറ്റി. പേടിച്ചിട്ട് ഈ ബെയർ ഗ്രൗൾ, ഒച്ച ഉണ്ടാക്കും, ഗ്രൗളെന്ന് ശബ്ദമുണ്ടാക്കുമല്ലോ, ഒച്ച ഉണ്ടാക്കി. ഹി ക്ലോഡ് അറ്റ് ദി ലാഡർ വൈലി. ക്ലോ എന്ന് വെച്ചാൽ കൈയിൻ്റെ നഖമില്ല, നഖം കൊണ്ട് ഇങ്ങനെ മാന്താൻ തുടങ്ങി ആ ലാഡറിനെ. നോ നോ സെഡ് മീര സോഫ്റ്റ്ലി. ഇറ്റ് വിൽ നോട്ട് ഹേർട്ട് യു. വേണ്ട വേണ്ട, അത് നിന്നെ ഹേർട്ട് ചെയ്യുകയല്ല, നിനക്ക് ഒരു ദ്രോഹം ചെയ്യുകയല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ലാഡർ. ഇത് ഒരു ലാഡർ മാത്രമേ ഉള്ളൂ. മൂവ് ബാക്ക്, മേക്ക് റൂം ഫോർ ദി ലാഡർ. പുറകോട്ട് നീങ്ങ്. മേക്ക് റൂം എന്ന് പറഞ്ഞാൽ സ്ഥലം ഉണ്ടാക്കാൻ, ഈ ലാഡർ താഴോട്ട് കൊണ്ടുവരാനായിട്ട് സ്ഥലം ഉണ്ടാക്കാനായിട്ടെന്ന് മീര ബെയറിനോട് പറഞ്ഞു. Now coming to the next page. The bear stepped back and sniffed at the ladder.
ബെയർ പുറകോട്ട് നീങ്ങിയിട്ട് സ്നിഫ് ചെയ്യുന്ന വെച്ചാൽ മണത്തു, ആ ലാഡറിനെ മണത്തു. ക്യൂരിയസ്ലി, യു ഹാഡ് ലേൺ ദ മീനിങ് ഓഫ് ക്യൂരിയസ്ലി ബിഫോർ. സ്ട്രേഞ്ച്ലി, ഓഡ്ലി, സ്ട്രേഞ്ച് ആയിട്ട് എന്നാന്നിങ്ങനെ മണത്തു. സ്ലോലി ഹി ട്രൈഡ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്, പതുക്കെ ആദ്യത്തെ സ്റ്റെപ്പ് കയറി. ദെൻ അനദർ, പിന്നെ അടുത്തത്. ദെൻ ദ തേർഡ്, പിന്നെ മൂന്നാമത്തത്. ഹി ക്ലൈംബ് ദ നെക്സ്റ്റ് 6 സ്റ്റെപ്സ് ക്വിക്ക്ലി, അടുത്ത 6 സ്റ്റെപ്പ് എളുപ്പം കയറി. When he had almost reached the middle of the well, he stopped and looked up at the girl with trusting eyes. ഒരു നടുക്ക് വരെ എത്തിയപ്പോഴത്തേനും മേളിലോട്ട് നോക്കി ആ പെങ്കൊച്ചിൻ്റെ കണ്ണിലോട്ട്. ട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന് വിശ്വാസം ഉണ്ടെന്നുള്ള രീതിയിൽ അതിനെ നോക്കി. കം അപ്പ്, ഷീ സെഡ് ജെന്റ്ലി. അപ്പോൾ പറഞ്ഞു, ബാ മേളിലോട്ട് വരാൻ പറഞ്ഞു മീര. നോ വൺ ഈസ് ഗോയിങ് ടു ഹേർട്ട് യു, ആരും നിന്നെ ഉപദ്രവിക്കുകയില്ല, ഷീ സെഡ്. ലക്ഷ്മൺ മൂവ്ഡ് അവേ ഫ്രം ദി വെൽ, ലക്ഷ്മൺ പതുക്കെ വെല്ലിൻ്റെ അടുത്തുനിന്ന് മാറി. വുഡ് ദ ബെയർ കം അപ്പ് സേഫ്ലി, വേറെ സേഫായിട്ട് ഒരു അപകടം ഇല്ലാതെ മേളി വരുമോ? മീര വണ്ടേർഡ്, മീര ഇങ്ങനെ ഓർക്കുമായിരുന്നു. എനിത്തിങ് കുഡ് ഹാപ്പൻ ബിഫോർ ദാറ്റ്, എന്തെങ്കിലും സംഭവിക്കാം. ദ ലാഡർ കുഡ് സ്ലൈഡ് ഓഫ്, ലാഡർ വേണേൽ തെന്നിപ്പോവാം. ഓർ ഇറ്റ് കുഡ് ഫോൾ ഫോർവേഡ്, അല്ലെങ്കിൽ അത് വീണു പോകാം. ഓർ വൺ ഓഫ് ഇറ്റ്സ് റങ്സ് കുഡ് ബ്രേക്ക് ഔട്ട്, അതിൻ്റെ റങ്സ് തന്നെയാണ് ദ ബാർസ് ദാറ്റ് ഫോം ദി സ്റ്റെപ്പ് ഓഫ് ദി ലാഡർ. ഈ ലാഡറിൻ്റെ സ്റ്റെപ്പിൽ ഒരു കോല് 2 കോല് അങ്ങനെ ഇങ്ങനെ വെച്ചല്ലേ, ആ കോല് ഏതെങ്കിലും ഒടിഞ്ഞു പോകാമല്ലോ. ഓർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാമെന്നിങ്ങനെ ഓർത്തു കേട്ടോ. ആസ് ദേ വാച്ച് ആങ്ഷ്യസ്ലി the head of the bear emerged above the rim of the well. അവരിങ്ങനെ ആങ്ഷ്യസ് ആയിട്ട്, അയ്യോ എന്താ പ്രതീക്ഷയോട് ഇങ്ങനെ നോക്കുക, എന്ത് സംഭവിക്കും. അപ്പം ആ ബെയറിൻ്റെ തല വെല്ലിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വന്നു, അതിന് മേളിലോട്ട് വന്നു. റിം എന്ന് പറഞ്ഞാൽ സൈഡ് ഇങ്ങനെ. ആൻഡ് ദെൻ ഹിസ് ഷോൾഡർ, പതുക്കെ തല മേളി വന്നു, പിന്നെ ഷോൾഡർ മേളി വന്നു. ദെൻ ഹി സ്നിഫ്ഡ്, ക്ലൈംഡ് ഇൻ ടു ദ റിം, എന്നിട്ട് സ്നിഫ് ചെയ്ത് മണത്തിട്ട് മേളിലോട്ട്, ആ റിമ്മിലോട്ട്, അതിൻ്റെ ആ വക്കില്ലേ, കിണറിൻ്റെ വക്ക്, അതിനാ റിം എന്ന് പറയുന്നത്, അങ്ങോട്ട് കയറി. ആൻഡ് ലീപ്ഡ് ഓൺ ദി ഗ്രൗണ്ട്. ഹി ലുക്ക്ഡ് അറ്റ് മീര, എന്നിട്ട് ചാടി, നിലത്തോട്ട് ചാടിയിട്ട് മീരനെ നോക്കി. ഗോ ഓൺ, റൺ ഹോം, ഷീ സെഡ് സ്മൈലിംഗ് അറ്റ് ഹിം. അപ്പം മീര എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പൊക്കോ വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. ദ ബെയർ ഗോട്ട് ടു ഹിസ് ലെഗ്സ് ആൻഡ് ബോഡ്. ദ ബെയർ നിന്നിട്ട് ബോ ചെയ്യുന്ന, നമുക്ക് എന്തെങ്കിലും താങ്ക് യു പറയാനായിട്ട് നമ്മൾ ബോ ചെയ്യുകയല്ലേ, അങ്ങനെ ബോ ചെയ്തു. അപ്പം യെസ് ഹി ഡിഡ്, ലക്ഷ്മൺ സോ ഹിം ബോ, ശരിക്കും ബോ ചെയ്തു എന്നാണ് പറയുന്നത്. ലക്ഷ്മൺ കണ്ടതാണ് അത്, ഇങ്ങനെ താങ്ക് യു എന്ന് പറഞ്ഞ് ബോ ചെയ്യുന്നത് കണ്ടു. ഹി ബോ ടു മീര ആൻഡ് ദെൻ പാഡഡ് ഡൗൺ ദ ലെയിൻ ടു ദ മെയിൻ റോഡ്. അപ്പം മീരനെ ബോ ചെയ്തിട്ട് താങ്ക് യു ഇങ്ങനെ പറഞ്ഞു വെച്ചു. അത് ഓടിപ്പോയി, പാഡഡ് നടന്ന് ഓടിപ്പോയി. അതെങ്ങോട്ടേക്കാണ്? ലൗൺ ദ ലെയിൻ്റെ താഴോട്ട്, അതായത് മെയിൻ റോഡിലോട്ട് പോയി. വൺസ് ഹി വാസ് ഓൺ ദി റോഡിൽ എത്തിക്കഴിഞ്ഞപ്പം ഹി റാൻ ത്രൂ ദി ലാർജ് ഗ്രീൻ ഫീൽഡ്സ്. ആ ഗ്രീൻ ഫീൽഡ്, അത് വന്നത് ഗ്രീൻ ഫീൽഡിൻ്റെ വഴി കൂടിയല്ലേ, ആ ഫീൽഡിൻ്റെ വഴി ഓടി. ബാക്ക് ഇൻ ടു ദി ഫോറസ്റ്റ്, തിരിച്ച് ഫോറസ്റ്റിലോട്ട് പോയി. അങ്ങനെ ആ ബെയർ തിരിച്ച് ഫോറസ്റ്റിലോട്ട് പോയി. That is this story. Now coming to the comprehension, section A. Fill in the blanks with words from this story. When the bear entered the village, the villagers were sleeping. Second one, the bear was young and chubby. The color of his fur was black. Third one, when he peeped into a courtyard, he saw a girl who was scrubbing a brass plate. Fourth one, the bear purred when the glare of the plate hit the bear's eyes. Fifth one, when the girl saw the bear, she screamed, "Bhalu," which is the Hindi word for bear. Section B, choose the correct option. First one, the bear sensed danger when C is the correct answer. He heard the barking of dogs. Second one, when the bear found that the road was not safe. C is the correct answer. He ran down a lane that ended in a square. Third one, the bear felt trapped because answer is A. The square was walled in on all sides. Fourth one, when the bear was trapped, he tried to save himself. A is the answer, by jumping into a well in the square. Now section C. Read the sentence from the story and answer the questions. First one, how tired you must be. Now sit down and wait. I will get you out of this. A.
Who makes this statement and to whom? Answer: a girl with a kind, gentle voice. Who's that? Meera. Meera says this to the bear. Why would the listener be tired? The listener would be tired because of running hard to escape the dogs. Now, second one. I have got a ladder, he said. A. Who is he? He is Lakshman. B. Why has he bought the ladder? Answer: he brought the ladder to get the bear out of the well.